ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാമിന്റെ ഇന്റഗ്രേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇന്റഗ്രേഷൻ ഡേ 2ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കാൻ പോകുന്നത്. ഇത് 2023 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമുക്ക് നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ക്ലാസ്സുകൾക്കായി നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആക്ടിവിറ്റി 6, സ്പിൻ ദ വീൽ വിൻ ദ പ്രൈസ്. താഴെ കുറച്ച് സ്പിൻ വീലുകൾ തന്നിട്ടുള്ളത് കാണാം. ആ വീല് സ്പിൻ ചെയ്ത് പ്രൈസ് നേടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദ ആൻസർ ആൻഡ് ഡ്രോ എ ലൈൻ ടു ദ സ്യൂട്ടബിൾ പ്രൈസ്. ഓരോന്നിന്റെയും ആൻസർ കണ്ടുപിടിച്ചതിന് ശേഷം ആ ആൻസർ വരുന്ന പടത്തിലേക്ക് വരച്ചു ചേർക്കുക. എന്നിട്ട് ആ പ്രൈസ് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ആദ്യത്തെ സ്പിൻ വീൽ നോക്കൂ. ഏതൊക്കെ നമ്പറുകളിലേക്കാണ് വരച്ചിരിക്കുന്നത്? 8ഉം 5ഉമാണ് അല്ലേ? അപ്പം 8 + 5 = എത്രയായിരുന്നത്? 13 ആണ് വരുന്നത്. 8ഉം 5ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 9, 10, 11, 12, 13. അപ്പോൾ 13ലേക്ക് വരച്ച് ചേർത്തിട്ടുണ്ട്. അതിന്റെ സമ്മാനം എന്താണ്? വാച്ചാണ്. അപ്പോൾ അത് നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കിയുള്ളവ നമ്മൾ ചെയ്യണം. രണ്ടാമത്തെ സ്പിൻ വീൽ സ്പിൻ ചെയ്യുമ്പോൾ ഏതൊക്കെ നമ്പറുകളാണ് കിട്ടിയിരിക്കുന്നത്? നോക്കൂ, ഏതൊക്കെ നമ്പറാണ്? 2ഉം 7ഉമാണ് അല്ലേ? 2ഉം 7ഉം. അപ്പോ 7 + 2 = എത്ര വരും? 9. 7 + 2 9. 7, 8, 9. ഇനി നമുക്ക് 9ലേക്ക് വരച്ച് ചേർത്ത് കൊടുക്കാം. 9ലേക്ക് വരച്ച് ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സമ്മാനം എന്താണ്? വിസിലാണ് അല്ലേ? ഇനി അടുത്ത് എന്താണ്? തേർഡ് സ്പിൻ വീലാണ്. തേർഡ് സ്പിൻ വീലില് ആരോസ് ഏത് നമ്പേഴ്സിലാണ് നിൽക്കുന്നത്? 10ലും 5ലും ആണ്. അപ്പോൾ 10 + 5 എന്ന ബോക്സിൽ എഴുതണം. 10 + 5 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 10 + 5 = 15 ആണ്. അപ്പോൾ 15ലോട്ട് വരച്ച് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫോർത്ത് സ്പിൻ വീൽ നോക്കാം. ഫോർത്ത് സ്പിൻ വീലിൽ ആരോസ് ഏത് നമ്പേഴ്സിലാണ് നിൽക്കുന്നത്? 9ഉം 8ഉമാണ്. അപ്പൊ 9 + 8 = എത്ര കിട്ടും? 9നോട് 8 കൂട്ടിയാൽ എത്ര കിട്ടും? 17 ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് 17ലോട്ട് വരച്ചു ചേർക്കാൻ നമുക്കൊരു ബോൾ സമ്മാനമായിട്ട് കിട്ടുകയും ചെയ്യുന്നു. അടുത്തത് നോക്കാം. ഡ്രോ ആരോസ് ഓൺ ദ വീൽ ടു ഗെറ്റ് കാർ ആസ് ദ പ്രൈസ്. ആ തന്നിരിക്കുന്ന സ്പിൻ വീലില് ആരോസ് വരച്ചു കൊടുക്കണം. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൈസ് എന്താണ്? കാറാണ്. കാറിന്റെ അവിടെ തന്നിരിക്കുന്ന നമ്പർ എത്രയാണ്? 10 ആണ്. അപ്പോൾ 10 വരുന്ന രീതിക്ക് വേണം നമ്മൾ ആരോ വരച്ചു കൊടുക്കാൻ. 2 ആരോയിലും കൂടിയുള്ള നമ്പർ കൂട്ടുമ്പോൾ നമുക്ക് 10 കിട്ടണം. അപ്പൊ എങ്ങനെ വരച്ചു കൊടുക്കാം? 10 കിട്ടുന്ന രീതിക്ക് ഏത് നമ്പർ വേണമെങ്കിലും വരച്ചു കൊടുക്കാം. നമുക്ക് 6 + 4, അപ്പം 6ലും 4ലും വരയ്ക്കാം. 6ലും 4ലും വരയ്ക്കുമ്പോൾ 6 + 4 = 10 ആണ്. അപ്പൊ 6ലോട്ട് ഒരു ആരോ വരയ്ക്കുക, 4ലോട്ട് ഒരു ആരോ വരയ്ക്കുക, 6 + 4 എന്ന ആ ബോക്സിൽ എഴുതുകയും വേണം. അടുത്ത ചോദ്യം നോക്കാം. വർക്ക്ഷീറ്റ് 7. നല്ല ശീലം പാലിക്കൂ, സമ്മാനം നേടൂ, ശരിയായ ശീലങ്ങൾക്ക് ശരി അടയാളം നൽകൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. തന്നിരിക്കുന്നത് ശരിയായ ശീലമാണെങ്കിൽ ശരി അടയാളം നൽകുക, തെറ്റായ ശീലമാണെങ്കിൽ തെറ്റടയാളം നൽകുക. അപ്പൊ തന്നിട്ടുള്ള ചിത്രങ്ങൾ നോക്കൂ. നഖം വെട്ടുന്ന ചിത്രം, ഒരു കുട്ടി ഇരുന്ന് ആഹാരം കഴിക്കുന്ന ചിത്രം, ഒരു കുട്ടി കുളിക്കുന്ന ചിത്രം, ഒരു കുട്ടി കൈ കഴുകുന്ന ചിത്രം. ഇതെല്ലാം നല്ല ശീലങ്ങളാണല്ലേ? നന്നായി ഉറങ്ങും, അത് നല്ല ശീലമാണോ? ആണ്. അപ്പോൾ ടിക്ക് മാർക്ക്, ശരി അടയാളം കൊടുക്കുക. നഖം വെട്ടാറില്ല, അത് തെറ്റായ ശീലമാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഒരു ക്രോസ് മാർക്ക് കൊടുക്കുക. ആഹാരം അടച്ചു വെക്കാറില്ല, അത് തെറ്റായ ശീലമാണ്. അപ്പൊ ഒരു ക്രോസ് മാർക്ക് കൊടുക്കുക. വൃത്തിയുള്ള വസ്ത്രം ധരിക്കും, ശരിയായ ശീലമാണ്. ടിക്ക് മാർക്ക് ചെയ്യുക. ആഹാരം ചവച്ചരച്ചു കഴിക്കും, അത് ശരിയായ ശീലമാണ്. ടിക്ക് മാർക്ക് ചെയ്യുക. ആഹാരം പാഴാക്കാറില്ല, ശരിയായ ശീലമാണ്. ടിക്ക് മാർക്ക് ചെയ്യുക. പഴകിയ ആഹാരം കഴിക്കും, അത് ശരിയായ ശീലമാണോ? അല്ല. അതുകൊണ്ട് അവിടെ ക്രോസ് മാർക്ക് ചെയ്യുക. മറ്റൊരു നല്ല ശീലം എഴുതൂ എന്നും പറഞ്ഞ് ഒരു കോളം അവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നല്ല ശീലം അവിടെ എഴുതാവുന്നതാണ്. ഞാൻ അവിടെ 2 നല്ല ശീലങ്ങൾ എഴുതിയേക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. രാവിലെ എഴുന്നേറ്റയുടൻ പല്ല് തേക്കും, അതൊരു നല്ല ശീലമാണ്. രണ്ടാമത്തേത്, ആഹാരത്തിന് മുമ്പും ശേഷവും കൈ നന്നായി കഴുകും, അതും ഒരു നല്ല ശീലമാണ്. ഇതുപോലെ ഏതെങ്കിലും ഒരു നല്ല ശീലം എഴുതിയാൽ മതിയാകും. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വർക്ക്ഷീറ്റ് 8. പാടാം പാടാം. വരികൾ കൂട്ടിച്ചേർത്ത് പാട്ട് പൂർത്തിയാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ കുറച്ച് മൃഗങ്ങളും പക്ഷികളുടെയും ഒക്കെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. താഴെ എഴുതിയിരിക്കുന്നത് ചിൽ 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 കുഞ്ഞണ്ണാൻ, കൊക്കര കൊക്കോ. അതാരാണ് കൊക്കര കൊക്കോ എന്ന് പറയുന്നത്? കോഴിയാണല്ലേ? അപ്പോ കൊക്കര കൊക്കോ, കൊക്കോ, പൂവൻ കോഴി,
നായ്ക്കുട്ടി എന്ന് തന്നിട്ടുണ്ട്. അതിന് മുന്നിൽ നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കണം. എന്ത് പൂരിപ്പിക്കാം? നായ്ക്കുട്ടിയുടെ ശബ്ദം എന്താണ്? ബൗ 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 എന്ന് എഴുതി കൊടുക്കാം. വെൺപ്രാവെന്ന് തന്നിട്ടുണ്ട്. പ്രാവിന്റെ ശബ്ദം എന്താണ്? കൂർ 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 എന്നുള്ള വിളിയാണ് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ എന്തെഴുതാം? കൂർ 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 എന്ന് എഴുതി കൊടുക്കാം. അടുത്ത് നമുക്ക് പൂച്ചയെ എഴുതാം. മ്യാവു മ്യാവു പൂച്ച. തത്തമ്മയെ എഴുതാം. തത്തമ്മയെ എങ്ങനെ എഴുതാം? കീ 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 തത്തമ്മ എന്നെഴുതാമല്ലോ. അപ്പൊ നമ്മൾ വായിക്കുമ്പോ എങ്ങനെ വായിക്കും? ഓരോന്നിന്റെയും സൗണ്ടും പേരും വായിക്കണം അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ വായിക്കാം? ചിൽ 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 കുഞ്ഞണ്ണാൻ, കൊക്കര കൊക്കോ കൊക്കോ പൂവൻ കോഴി, ബൗ 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 നായ്ക്കുട്ടി, കുർ 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 വെൺപ്രാവ്, മിയാവു മിയാവു പൂച്ച, കീ 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 തത്തമ്മ. ഒത്തുചേർന്ന് പാടുമ്പോൾ താളമേളം പൊടിപൂരം. നിങ്ങൾ എഴുതി കൊടുക്കുമല്ലോ. അടുത്ത ചോദ്യം നോക്കൂ. വർക്ക്ഷീറ്റ് 9 എന്റെ ഡയറി, മധുരിമയുടെ ഡയറി വായിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളും എന്നും സംയുക്ത ഡയറി എഴുതാറില്ലേ? അപ്പൊ ഒരു ഡയറി എഴുതാൻ പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് എഴുതാൻ പറ്റുമല്ലോ. എങ്കിൽ നമുക്ക് മധുരിമയുടെ ഡയറി വായിക്കാം. ഇന്ന് എന്റെ പിറന്നാൾ. ഞങ്ങൾ പാർക്കിൽ പോയി, ചക്രം കറക്കി, സമ്മാനങ്ങൾ കിട്ടി, നല്ല ശീലങ്ങൾ എഴുതി, അതിനും സമ്മാനം. ജീവികളെ കണ്ടു, പാട്ടുപാടി, പാർക്കിൽ കളിച്ചു, വീട്ടിലെത്തി, അമ്മുമ്മയോട് വിശേഷങ്ങൾ പറഞ്ഞു. ഇതുപോലെ നിങ്ങളുടെ ഇന്നത്തെ ഡയറി എഴുതുക. അപ്പൊ എന്തൊക്കെ എഴുതും? രാവിലെ സ്കൂളിൽ പോയി എന്നെഴുതാമല്ലോ. രാവിലെ സ്കൂളിൽ പോയി. ഇന്ന് മലയാളം പരീക്ഷയായിരുന്നു. മലയാളം ചോദ്യത്തിൽ നല്ല ശീലം എഴുതാനുണ്ടായിരുന്നു, ഞാൻ എഴുതി. അതുപോലെ വേറെന്തെഴുതാം? മധുരിമയുടെ ചിത്രപുസ്തകത്തിന് നിറം നൽകി, എനിക്ക് ചിത്രത്തിന് നിറം നൽകാൻ വളരെ ഇഷ്ടമാണ്. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് നടന്ന കാര്യങ്ങളെല്ലാം പറയും എന്ന് എഴുതാം. ഇതുപോലെ നിങ്ങൾക്ക് ഡയറി മാറ്റി എഴുതാം. നിങ്ങൾ എന്നും സംയുക്ത ഡയറി എഴുതുന്നതാണല്ലോ. അപ്പോൾ അതിലെന്നും പടവും വരയ്ക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഞാൻ വരച്ച ചിത്രം എന്ന് പറഞ്ഞ് താഴെ ഒരു ചിത്രവും വരയ്ക്കുക. നിങ്ങൾക്ക് എന്താണ് വരയ്ക്കാൻ തോന്നുന്നത്? നിങ്ങളുടെ ഡയറിയുമായി ബന്ധപ്പെട്ട ഒരു ചിത്രവും വരയ്ക്കുക. ചിത്രം വരയ്ക്കാൻ അവിടെ സ്ഥലം തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ചിത്രവും വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ ചോദ്യപേപ്പറിലെ എല്ലാ ചോദ്യങ്ങളും നോക്കിക്കഴിഞ്ഞു. നന്നായിട്ട് പഠിക്കുക, നല്ലതുപോലെ പരീക്ഷ എഴുതുക. അടുത്ത ക്ലാസ്സിൽ 1ാം ക്ലാസ്സിലെ മുൻവർഷ ചോദ്യങ്ങളുമായി കാണാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.